അമ്പലത്തിലെ ആറാട്ട് വീഡിയോ ആണിത്. ഞാൻ അവിടെ എത്തുകയും കൊടിയിറക്കം കൂടായിരുന്നു, അതുകൊണ്ട് നല്ലതുപോലെ ഒന്നും കാണാൻ പറ്റിയില്ല. സംഭവം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. ബജ്രംഗി ഭായിജാൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിരുന്നു പോയി. അപ്പം സമയം പോയത് അറിഞ്ഞില്ല. കൊടിയിറക്കത്തിന് 5 മിനിറ്റ് ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയതാണ്. അപ്പം കൊടിയിറക്കവും ഞാൻ അമ്പലത്തിൽ എത്തുകയും കൂടെ ഒരു സമയത്താണ്. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം വേർത്ത് കുളിച്ചു അണച്ചണച്ച് നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും താലപ്പൊലിയൊക്കെ ആയിട്ട് ആറാട്ടിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആറാട്ടിന് പോകുന്ന കണ്ടീര് ആറാട്ടുകടവിലാണ്. ഈ സമയത്ത് തന്നെ പണ്ട് ട്യൂഷന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടീച്ചറുമായിട്ട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ആറാട്ട് പോയി കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി നേരം അമ്പലത്തിൽ നിന്ന് സംസാരിച്ചു. ഒത്തിരി നാൾക്ക് ശേഷമാണ് ടീച്ചറിനെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരും സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. പറയൊക്കെ ഇട്ടിട്ടാണ് പോയത്. പ്രസാദമായിട്ട് 2 പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടീച്ചറിനും 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറിനെ പക്ഷെ കണ്ടില്ല ആദ്യമൊന്നും. പിന്നെ എനിക്ക് വേണ്ടി 2 കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ടീച്ചർ എനിക്ക് ആ കേക്ക് തന്നു. ടീച്ചറിന് വേണ്ടി മേടിച്ച പഴം ഞാൻ ടീച്ചറിന് കൊടുത്തു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വന്ന വഴി ഞങ്ങളുടെ ഒരു മാമനെ കണ്ടു. അപ്പം മാമന് ഒരു പഴം കൊടുത്തു. പിന്നെ ഞാൻ വീട്ടിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ നോക്കി ഒരാൾ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് വളരെ അപൂർവമാണ്. പിന്നെ എൻ്റെ കയ്യിൽ കേക്കിൻ്റെ കവർ അനങ്ങുന്നതൂടെ കേട്ടപ്പോൾ അവൾ ഓടി വന്നതാണ്. പിന്നെ ഞാൻ മാറിത്തരാൻ പറഞ്ഞപ്പോൾ അവൾ മാറിയൊക്കെ തന്നു. അവൾ ആ കാര്യത്തിൽ ഡീസൻ്റാണ്. പിന്നെ ഞാൻ കേക്ക് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പടിവാതിക്കെ വന്ന് നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ചോക്ലേറ്റ് ആയതുകൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല. പിന്നെ അവളുടെ നോട്ടം കാണാൻ ഞാൻ ഒരു ഇച്ചിരി കൊടുത്തു, വളരെ കുറച്ചേ കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ ആ കഥ അങ്ങടച്ചു, അല്ലെങ്കിൽ പിന്നെയും വന്ന് നോക്കി നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ബൈ.